നമസ്കാരം. കേരളത്തിൽ കോളേജുകൾ ആർക്കും വേണ്ട. 80,000-ഓളം സീറ്റുകളാണ് ബിരുദ കോഴ്സിന് ഒഴിഞ്ഞു കിടക്കുന്നത്. എഞ്ചിനീയറിംഗ് കോളേജിൽ CETക്ക് പോലും തിരുവനന്തപുരത്തിൻ്റെ അഭിമാനമായിരുന്ന, കേരളത്തിൻ്റെ അഭിമാനമായിരുന്ന CET കോളേജുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. അത് അവിടെ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ സ്വപ്നമായിരുന്നു. പക്ഷേ അവിടെയും പല ബ്രാഞ്ചുകളിൽ ഒഴിഞ്ഞു കിടക്കുന്നു. ഞാൻ പറയുന്ന അതായിട്ട് പറയാനല്ല ഈ വീഡിയോ ചെയ്തത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ 3 സ്കൂൾ ഉൾപ്പെടെ 8ഓളം സ്കൂളുകളാണ് ഈ ഇടയ്ക്ക് പൂട്ടിയത്. എന്തിനാണ് നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനം? കണ്ണൂർ ജില്ലയിൽ മാത്രം 8 സ്കൂൾ പൂട്ടി. ധർമ്മടത്ത് മുഖ്യമന്ത്രിയുടെ സ്ഥലത്ത് 3 സ്കൂൾ പൂട്ടി. മേലൂർ ജൂനിയർ ബേസിക് സ്കൂൾ പൂട്ടിയിട്ടുണ്ട്, 2 വർഷമായി. പാലിയാട് LPS പൂട്ടി. അണ്ടല്ലൂരുള്ള സ്കൂൾ പൂട്ടി. പരിമടം ന്യൂ ബേസിക് LPS സ്കൂൾ പൂട്ടി. വാണിവിലാസം തലശ്ശേരിക്കടുത്തുള്ള പ്രദേശത്തിൻ്റെ വാണിവിലാസ സ്കൂൾ പൂട്ടി. കൊടിയേരി പപ്പറ്റ് PK JCB സ്കൂൾ JB സ്കൂൾ പൂട്ടി. ഇരുവേലി LP സ്കൂൾ പൂട്ടി. അതിരകം LP സ്കൂൾ പൂട്ടി. എല്ലാ LP സ്കൂളുകളും ഇങ്ങനെ പൂട്ടിക്കൊണ്ടിരിക്കുന്നു. എയ്ഡഡ് സ്കൂളുകളാണ് ഒരുപാട് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. 331 എയ്ഡഡ് സ്കൂളുകളാണ് നമ്മുടെ വിവിധ സ്ഥലങ്ങളിൽ പൂട്ടിക്കൊണ്ടിരിക്കുന്നത്. 98 സർക്കാർ സ്കൂളുകൾ പൂട്ടി. അതിപ്പോൾ ന്യായം പറയുന്നത്, ശിവൻകുട്ടിയൊക്കെ പറയുന്ന ന്യായം കുട്ടികളുടെ എണ്ണം കുറയുന്നു എന്നാണ്. കുട്ടികളുടെ എണ്ണം കുറയുന്നതല്ല, കുട്ടികൾ മറ്റ് സ്ട്രീമുകളിലേക്ക്, CBSE ICSE സ്ട്രീമുകളിലേക്ക് പോകുന്നതാണ്. എന്തുകൊണ്ട് അതിലേക്ക് പോകുന്നു? പൊതുവിദ്യാലയത്തെ വിജ്ഞാനമെന്നും പറഞ്ഞും പരീക്ഷ എഴുതേണ്ടതെന്ന് പറഞ്ഞും റാങ്കുകളില്ലാതാക്കി പരീക്ഷ എഴുതണ്ടെന്ന് പറഞ്ഞു. പഠനം പാൽപ്പായസം, മധുരം, പ്രവേശനോത്സവം എന്നൊക്കെ പറഞ്ഞ് ആഘോഷവും ആറാട്ടുമാക്കിയപ്പോൾ മാതാപിതാക്കൾ, ഒരു ആട്ടോ ഡ്രൈവറുടെ മക്കൾ പോലും, അല്ലെങ്കിൽ സാധാരണ മക്കൾ പോലും, തൊഴിലുറപ്പുകാരുടെ മക്കൾ പോലും എന്തെങ്കിലും ഒരു ഗതിയുണ്ടെങ്കിൽ നല്ല സ്കൂളുകളിലേക്ക് അയക്കുന്ന രീതിയിലേക്ക് പോയി. അതിൽ തന്നെ സർക്കാരിൽ നല്ല സ്കൂളുകളിൽ അയക്കും അവർ, അല്ലാത്ത സർക്കാരിൽ തന്നെയുള്ള നല്ല സ്കൂളുകളിലേക്ക് അയക്കും. സെലക്ഷനിലേക്ക് ആളുകൾ പോയി. അല്ലെങ്കിൽ അവർ സ്വകാര്യ സ്കൂളുകളിലേക്ക്, മാനേജ്മെൻറ്റ് സ്കൂളുകളിലേക്ക് അയക്കും. എയ്ഡഡ് സ്കൂളുകളിൽ നല്ല സ്കൂളുകളിലേക്ക് അയക്കും. അതുപോലെ തന്നെ സൈനിക സ്കൂളിലേക്ക് അയക്കും, കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ അയക്കും, അല്ലെങ്കിൽ അവർ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് അയക്കും. എന്തായാലും തൊട്ടടുത്തുള്ള സ്കൂളിൽ പഠിപ്പിക്കുന്ന രീതിയൊക്കെ മാറി. അവിടെ ഞാൻ ഈ പറഞ്ഞ 8 സ്കൂളുകളിലും, കണ്ണൂർ ജില്ലയിൽ പൂട്ടിയെന്ന് പറഞ്ഞ 8 സ്കൂളുകളിലും അധ്യാപകരില്ലാതെയാണ് പൂട്ടിയത്. അധ്യാപകർക്ക് ശമ്പളം കൊടുക്കത്തില്ല സമയത്ത്, കുട്ടികളില്ല, അധ്യാപകരില്ല, അങ്ങനെ പൂട്ടുന്നു. എയ്ഡഡ് സ്കൂളുകളാണ്. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ കോളേജുകൾ ഒരു വശത്ത് പൂട്ടി, ആ സിസ്റ്റം കംപ്ലീറ്റ് തകർന്ന് നാശക്കോട്ടയായി. കരിമ്പൻകാട്ടിൽ ആനക്കയറിയതുപോലെ അതുപോലെ സ്കൂൾ വിദ്യാഭ്യാസവും. എന്തൊരു സിസ്റ്റമാണ്! 10 വർഷക്കാലമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കയ്യിൽ കിട്ടിയത്. എത്ര പവിത്രമായ, എത്ര മനോഹരമായ ഒരു സ്റ്റേറ്റാക്കി ഇതിനെ മാറ്റാമായിരുന്നു. നിങ്ങളിൽ കല്ലിലടിച്ച പൂക്കുല പോലെ ആക്കിയില്ലേ? ഓരോ വകുപ്പെടുത്ത് നോക്കൂ. ആരോഗ്യ വകുപ്പെടുത്താൽ അങ്ങനെ, നിങ്ങൾ ഏത് വകുപ്പെടുത്ത് നോക്കൂ, ഏത് വകുപ്പെടുത്താലും ആ വകുപ്പിലെല്ലാം സിസ്റ്റം ഫെയിലുവറായതിൻ്റെ കഥയല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഇലക്ട്രിസിറ്റി ബോർഡ് എടുത്ത് നോക്കൂ. ഇലക്ട്രിക് ലൈൻ വീണ ആളുകൾ മരിക്കുന്നു. നെടുമങ്ങാട് ഒരു കുട്ടി മരിച്ചു. അപ്പോൾ മന്ത്രിക്ക് തന്നെ സ്ഥലജലഭ്രമം ബാധിച്ച പോലെയാണ് അദ്ദേഹം വന്നിരുന്ന് പറയുന്നത്. ഇപ്പോൾ പറയുന്നു, പിന്നെ പറയുന്നു, മാറ്റി പറയുന്നു. എന്താണ് പറയുന്നതെന്ന് മന്ത്രിക്ക് പോലും അറിയില്ല. വേറൊരു മന്ത്രിയാണെങ്കിൽ സുംബ ഡാൻസ് കളിച്ചിട്ട് അതിനെ ന്യായീകരിക്കുന്നു. പിന്നെ ഒരു അനുശോചനം പോലും രേഖപ്പെടുത്തുന്നില്ല. അവർ വല്ലപ്പോഴേ വാ തുറക്കാറുള്ളൂ, തുറന്നാൽ അബദ്ധമേ പറയാറുള്ളൂ. എന്താണ് സംഭവിക്കുന്നത്? പുത്തുമലയിലും കവളപ്പാറയിലുമൊക്കെ വീടുണ്ടാക്കി കൊടുത്ത് ചോർന്നൊലിക്കുന്നു. ഇപ്പോഴിതാ ചൂരൽമലയിൽ ഉണ്ടാക്കുന്ന വീട് 1 വർഷം കഴിഞ്ഞിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. റവന്യൂ മന്ത്രി എവിടെയാണ്? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനം എവിടെയാണ്? ഓരോ വകുപ്പായിട്ട് നിങ്ങൾ എടുത്തു നോക്കൂ. പഞ്ചായത്ത് രാജിൻ്റെ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. എന്തായാലും സുഭാഷിതം ചില പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും പ്രതികരിക്കാം, ജനങ്ങൾക്ക് ഞങ്ങളോട് സംവേദിക്കാം, പ്രതികരിക്കാം. ക്ലാസിക്കൽ എക്സാമ്പിളായി ഞാൻ പറയാം. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരേ ഒരു വീഡിയോ ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചത്. ഇപ്പോൾ 14ാമത്തെ വീഡിയോയിലേക്ക് പോകേണ്ടി വന്നു. കാരണം അത്രമാത്രം സാമൂഹ്യ വിഷയങ്ങളാണ്, ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളാണ് താഴെത്തട്ടിൽ നിന്ന് എനിക്ക് അനുദിനം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരോഗ്യവകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, തൊഴിൽ വകുപ്പ്, പഞ്ചായത്ത് വകുപ്പ്, വ്യവസായ വകുപ്പ്, സാമൂഹ്യക്ഷേമ വകുപ്പ്, ഇങ്ങനെ തുടങ്ങിയാൽ പരമ്പരയാണ്. പട്ടികജാതി പട്ടികവർഗ വകുപ്പ്, ട്രൈബലിൻ്റെ വകുപ്പ്, ഏതെടുത്താലും അവിടെയെല്ലാം പരാജയത്തിൻ്റെ കഥയല്ലാതെ ഒരു കാര്യവും പറയാനില്ലാത്ത രീതിയിൽ എന്തേ മുച്ചൂടും മുടിച്ച് മുടിയനായ പുത്രന്മാരെ പോലെയുള്ള സംവിധാനത്തിലേക്ക് ഈ രാജ്യത്തെ, സമൂഹത്തെ, ഈ സ്റ്റേറ്റിനെ കൊണ്ടുപോയില്ലേ? നിങ്ങൾക്ക് 10 വർഷം തുടർച്ചയായി ഭരണം കിട്ടിയില്ലേ? എന്നിട്ട് എന്തെങ്കിലും മാറ്റിയോ? ഇപ്പോഴും സിസ്റ്റം ഫെയിലുവറാണെന്ന് പറഞ്ഞ് പരസ്പരം തമ്മിലടിച്ച് ആവശ്യമില്ലാത്ത ജാതിയും മതവും വർഗവും ഗോത്രവും ഭാരതാംബയും സൂമ്പയും പോലുള്ള കാര്യങ്ങൾ കുത്തിവെച്ച് ഈ സമൂഹത്തെ നശിപ്പിച്ച് ഭിന്നിപ്പിച്ച് നാലക്കോട്ടയാക്കി ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സമൂഹമായി, ചിന്താശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹമായി കേരളത്തെ മാറ്റിയ നിങ്ങൾക്ക് നല്ല നമസ്കാരം.